കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ, നീങ്ങ് പോന്നെങ്കിലും അവളെ വിളിച്ചൊന്ന് ചോദിക്കേ, അവള് ജയന്റെ അടുത്ത് തന്നെ ഉണ്ടോന്ന്. അമ്മ ഹരിതയോട് കുറച്ച് മാന്യായിട്ട് പെരുമാറണം. ഇനി അവൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ച പ്രശ്നോ? എന്റെ മോളെ, അവള് വേണ്ടാന്നൊന്നും വെക്കത്തില്ല. അവൾക്ക് ജയന ജീവന. അതുകൊണ്ടല്ലേ ഞാൻ പറയേണ്ടതൊക്കെ അവളോട് പറഞ്ഞത്. നാളെ അവള് മരുമകളായിട്ട് കേറി വരുമ്പോഴേ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയരുതല്ലോ. എന്നാലും കുറച്ച് ലിമിറ്റ് ഒക്കെ വേണ്ടേ? നീ ഒന്ന് വിളിച്ചേ. ആ, വിളി വന്നല്ലോ. ഹലോ മാഡം. ആ ഹലോ, ജേട്ടന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഞാൻ ജേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കാരന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇനി ഏതായാലും ദീപയെ വിളിച്ചിട്ട് മാഡത്തിന്റെ അമ്മയുടെ ചോര തിളപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഗുഡ്. അങ്ങനെ തന്നെ പോട്ടെ കാര്യങ്ങൾ. ആ പിന്നെ ഞാനിന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്കൊന്ന് പോവും. വന്നിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ. ആ, പോയിട്ട് നീ നിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ നോക്ക്. എന്റെ അമ്മ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും കല്യാണമൊക്കെ നടത്താൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ഇടിപിടിയുന്നൊരു കല്യാണം നടത്താൻ പറ്റുമെന്ന് അറിയില്ല. വേണ്ട, നമുക്കൊരു വാക്കുറപ്പിക്കലൊക്കെ നടത്താലോ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഹാപ്പി ജേർണി. ആ ഓക്കെ മാഡം. ആ ഓക്കെ, ബൈ. അവള് ജേട്ടന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ജേട്ടന് മാറ്റം ഉണ്ടെന്നാ പറയുന്നേ. അവൻ മാറും. ഇല്ലെങ്കിൽ ഞാൻ അവനെ മാറ്റിയെടുക്കും. എന്തായാലും തക്ക സമയത്ത് തന്നെ ഒരു പെങ്കൊച്ചിനെ കിട്ടിയത് മഹാഭാഗ്യം. ഹരിതയാണല്ലോ. ഹരിതയോ? ആ ഹലോ ഹരിതേ. ജെയിൻ സാർ അടുത്തുണ്ടോ? ഒന്ന് കൊടുക്കോ? ആ ലാലേട്ടനോട് സംസാരിക്കണമെന്ന്. ആ ഹരിത. ആ സാർ, ഇപ്പൊ ചാരു വിളിച്ചതേ ഉള്ളൂ. ഞാൻ സാറിന്റെ അടുത്തുണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ നമ്മള് രണ്ടാളും രണ്ടിടത്താ. ഇനി വിളിച്ചിട്ട് ഫോണൊക്കെ കൊടുക്കാൻ പറഞ്ഞാലേ ഞാൻ ആകെ പെട്ടുപോയത് തന്നെ. ഹരിത പുറപ്പെട്ടോ? ഇല്ല, ഞാൻ പുറപ്പെടാൻ തുടങ്ങാം. സാറില്ല, ഞാൻ ഉടൻ തന്നെ വീട്ടിൽ എത്തിക്കോളാം. എന്നോട് സാറ് കുറച്ച് താല്പര്യം കാണിച്ചു എന്നൊക്കെയാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ സാറും പറഞ്ഞാ മതി. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം സാർ. ഹരിതയുടെ ധൈര്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. സാരമില്ല സാർ. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചില നാടകം കളിക്കുന്നത് നല്ലതാ. അത് ദൈവത്തിനും ഇഷ്ടാ. ഓക്കെ, ഹരിതയ്ക്ക് അർഹിക്കുന്ന പാരിതോഷികം ഞാൻ തന്നിരിക്കും. എനിക്കൊന്നും വേണ്ട സാർ. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒന്നിച്ച് ജീവിച്ചാ മതി. ശരി. ആ ശരി സാർ. ശരി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഹരിതയെ വിളിച്ച് ചാരു കാര്യങ്ങളൊക്കെ തിരക്കിന്നു. അവള് ഞാൻ ഷോറൂമിലുണ്ടെന്നാ ചാരുവിന്റെ വിചാരം. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പൊയ്ക്കോളാൻ പറഞ്ഞത്. തന്നെ ഇങ്ങനെ അടുത്ത് കിട്ടുമ്പോ പെട്ടെന്ന് എനിക്കങ്ങനെ പോവാൻ പറ്റുമോ? ഇതാ കുഴപ്പം. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തോണ്ടാ പല അബദ്ധങ്ങളും സംഭവിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാം. ആ ലാലേട്ടാ, എനിക്ക് ഹരിത ഭയങ്കര വിശ്വാസ. നമുക്ക് വേണ്ടിട്ടാ ഹരിത എപ്പോഴും നാടകം കളിക്കുന്ന. എങ്കിലും മനസ്സിനുള്ളിൽ എന്തോ ഒരു ഭാരം പോലെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹരിത വളരെ നല്ല കുട്ടിയാ. അവളുടെ ജോലി പോലും നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചിട്ടാ
അവൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. മാത്രമല്ല അതിന്റെ പിന്നിൽ എന്റെ അച്ഛനും ഉണ്ട്. അച്ഛനും കൂടി അറിഞ്ഞിട്ടാ ഹരിത ഈ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ച് പട്ടാളക്കാരൻ പ്രത്യേകം പറഞ്ഞതാ, അച്ഛനെ വിശ്വസിക്കുന്ന പോലെ ദീപയെ വിശ്വസിക്കുന്ന പോലെ ഹരിതയും വിശ്വസിക്കാന്ന്. ആ ഉറപ്പുണ്ടല്ലോ. അത് വെറും ഉറപ്പല്ല, അച്ഛനാ കുട്ടിയെ നല്ലപോലെ അറിയാവുന്നോണ്ടാ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞത്. അത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കണ്ട. ശരിയെന്നാ. നീ വന്നോ? ദേ, വരുന്നതിനിടയ്ക്ക് അവളെ വിളിച്ചതൊന്നുമില്ലല്ലോ. വിളിക്കാൻ എന്റെ കയ്യില് ഫോൺ വേണ്ടേ അമ്മേ? പിന്നെ അമ്മ വേറെ ഒരാളെ ഇപ്പൊ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുവല്ലേ. അവളാണെങ്കിൽ ചാരുവിനെക്കാളും കുഴപ്പാ. ഒളിഞ്ഞും പാത്തുമൊക്കെ എന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അത് കണ്ട് ഞാൻ ചോദിച്ചപ്പോഴാ കാര്യം പറഞ്ഞത്. നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയാ അവളെന്നറിയാമല്ലോ. അതുകൊണ്ടിനി അവള് നിന്നെ നോക്കും. ഇനിയിപ്പോ ഞാനിതിന്റെ പേരിലൊരു യുദ്ധത്തിനൊന്നുമില്ല. ഹരിത നല്ല പെൺകുട്ടിയാ. പിന്നെ എന്റെ ഷോറൂമിൽ തന്നെ വർക്ക് ചെയ്യുന്നോണ്ട് അങ്ങനെ ഒരാളെ വേണ്ടാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞു. അത് നീ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണോ? അത് പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അതിലേക്ക് വരുവാണ് ഞാൻ. എനിക്ക് വയ്യമ്മേ എന്നും കൊന്നും അമ്മയുടെ ഭാര്യയുടെ ഇടയ്ക്കിടന്ന് നട്ടതിരിയ. അവള് നിന്റെ ഭാര്യയൊന്നുമല്ല, മുൻ ഭാര്യയാ. അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം ഉടനെ തന്നെ. വെറുതെ ബന്ധം വേർപിരിയാനൊക്കെ നടന്നു കഴിഞ്ഞാലേ കുഴപ്പാ. അവിടെ അച്ഛനും അമ്മയും തമ്മിൽ പിണക്കാണെങ്കിലും കോടതി കാര്യം വന്നു കഴിഞ്ഞാലേ അവരൊന്നിക്കും. പിന്നെ പെണ്ണിന്റെ ഭാഗത്തായിരിക്കും കോടതി കൂടുതൽ നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബന്ധം വേർപിരിയൊന്നും നടക്കില്ല. ബന്ധം വേർപെടുത്താത്ത കല്യാണം നടത്താൻ പറ്റൂടാ മോനെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ദീപേനി പ്രശ്നത്തിനും വഴക്കിനൊന്നും വരത്തില്ല. ലാലേട്ട വേറെ കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ എനിക്ക് കിട്ടിയ വിവരം. അതാരാ നിന്നോട് പറഞ്ഞത്? ഹരിത തന്നെ. ഞാനുമായിട്ട് ഉടക്കുന്നതിന് മുമ്പ് ദീപേന്റെ ഷോറൂമിലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഹരിതയെ അറിയാം. അങ്ങനെ അവര് തമ്മിൽ കണ്ടപ്പോ പറഞ്ഞതാ. അതിനുശേഷം ചാരു അമ്മയും ഹരിത എനിക്ക് വേണ്ടി ആലോചിച്ചത്. ഇപ്പൊ അതുകൊണ്ട് അവര് തമ്മിൽ ശത്രുക്കളാ. ഈ ഹരിത എന്ന് പറയുന്ന പെങ്കൊച്ച് കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. കുഴപ്പക്കാരിയാണെങ്കിൽ അമ്മ പറയുന്ന കേട്ടിട്ട് അവളെ വേണമെന്ന് ഞാൻ പറയൂ? ഞാൻ ഇന്ന് അവളുടെ വീട്ടിലോട്ട് പോയിട്ടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയായിരുന്നു. അവളെ ചൊടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടും അവള് പ്രതികരിച്ചതൊന്നുമില്ലടാ. അതുകൊണ്ട് വലിയ കുഴപ്പക്കാരിയൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ആ, അങ്ങനെ അങ്ങ് പോയാ അവക്ക് കൊള്ളാം. എന്തായാലും അമ്മ ചാരുവിന്റെ കല്യാണത്തിന് തയ്യാറെടുക്ക്. ആ കാർത്തി എന്ന് പറയുന്നതിനെ എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ അമ്മയുടെ തീരുമാനമാണല്ലോ അതിലൊക്കെ വലുത്. അതുകൊണ്ട് ഇനിയിപ്പോ അത് മന്ദഗതിയിലാക്കണ്ട. പിന്നെ നിനക്ക് ഹരിത ഇഷ്ടമാണെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞെന്ന് ഞാൻ അവളോട് പറയട്ടെ. അവക്കതൊരു സന്തോഷായിരിക്കൂടാ. ജേട്ടൻ വന്നോ അമ്മേ? ഓ, വന്നു വന്നു. ആ ഹരിത പറഞ്ഞത് ശരിയാ. അവനിപ്പൊ നല്ല മാറ്റമുണ്ട്. ആ, അല്ലെങ്കിൽ ഹരിത അങ്ങനെ പറയത്തില്ലല്ലോ. ദീപ എന്ന് പറയുന്നവളുമായിട്ട് ഒന്നിച്ചു പോയാൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ചേട്ടൻ അറിയാം. എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്. അവക്ക് വേണ്ടി ഏട്ടൻ ശരിക്കും ത്യാഗമല്ലേ ചെയ്തത്? അത് ശരിയാ. അതുകൊണ്ടല്ലേ അമ്മ ഇത്രയും വാശിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മോളെ അവന്റെ കൂടെ വിട്ടത് അതുകൊണ്ടല്ലേ. അതോടെ അവന് ശ്വാസം മുട്ടി തുടങ്ങി. അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ അവളുടെ കഥകളൊക്കെ ലോകം മുഴുവൻ പാട്ടായതാണല്ലോ. അവളാണെങ്കിലോ ഇപ്പൊ അന്ന് അവളെ ചതിച്ചെന്ന് പറയുന്ന രചനയായിട്ട് കൂട്ടുവാ. അതുകൊണ്ട് രണ്ടും കൂടി ഇനി അഴിഞ്ഞാടി നടന്നോളൂ. അതെ അതെ, അവക്കിനി ഏട്ടന്റെ പിന്നാലെ നടക്കാൻ സമയമൊന്നും കാണില്ലെന്നേ. കാര്യമൊക്കെ ശരി തന്നെയാ. ദേ,
അവളുടെ അഡ്രസ് ഒക്കെ വാങ്ങിയ സ്ഥിതിക്ക് നമുക്ക് നാളെ രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്കൊന്ന് പോവാം. ആരുടെ? ഹരിതയുടെയോ? ആ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലയോ പോണോന്ന്. അതിന് നാളെ രാവിലെ തന്നെ പോണോ അമ്മേ? ഇന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ പോയി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. അത് ജയൻ അറിയണ്ട. കോട്ടയം വരെ പോവണ്ടേ? ഇവിടുന്ന് ഒരു 5 മണിക്ക് പോയാലേ അവിടെ ഒരു 8:30 ആവുമ്പോ എത്തും. ദേ, പോകുന്നത് വേറൊന്നിനും അല്ല, അവളുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണണം. പിന്നെ നാട്ടുകാര് അവളെ കുറിച്ച് പറയുന്ന എന്താണെന്ന് നമുക്കറിയണം. ഉം. അതിനെ അടുത്തുള്ള ഏതെങ്കിലും തട്ടുകടയിൽ കയറി കഴിഞ്ഞാ അവര് പറഞ്ഞുതരും കാര്യങ്ങള്. ഒന്നും അറിയാത്തതുപോലെ നിന്ന് സംസാരിച്ചാ മതി. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഉം. ഇനിയിപ്പൊ അവള് മരുമകളായിട്ട് വന്നിട്ട് ശല്യക്കാരിയാണെങ്കിലേ ജയൻ എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. എന്നു മാത്രവുമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാ മരുമക്കളും ഇവിടെ ചേരാതെ പോകുന്നതും ശരിയല്ല മോളെ. ഇപ്പോഴിത് 3ാമത്തെ മരുമോളാ വരാൻ പോകുന്നത്. ആ, അത് ശരിയാ. പിന്നെ കാർത്തിയായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞാ അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന നല്ലത്. ഉം. അല്ല, കാർത്തിയുടെ വീട്ടിലേക്ക് ഇനി എന്നാ പോകുന്നത്? അതൊക്കെ പോവാം. നാളെ കോട്ടയത്ത് പോയിട്ട് മറ്റന്നാൾ അവന്റെ വീട്ടിലെത്താം. ആ, കാർത്തിയോട് സംസാരിക്കുന്ന പോലെ കാർത്തിയുടെ അച്ഛനോട് സംസാരിക്കരുതെന്നാ കാർത്തി പറഞ്ഞിരിക്കുന്നെ. എന്റെ രീതി മോക്കറിയാലോ. അതിനനുസരിച്ചേ ഞാൻ എല്ലാവരോടും സംസാരിക്കത്തുള്ളൂ. അല്ലാതെ അവന്റെ അച്ഛനെ പുണ്യാളനായിട്ട് വാഴ്ത്താനൊന്നും പോകുന്നില്ല. അതവനോട് പറഞ്ഞേക്ക്. അമ്മേ. ആ, പിന്നെ ഇനിയിപ്പോ ക്ഷീണിച്ചു പോയെന്നൊന്നും പറയാൻ നിക്കണ്ട. അവിടെ ഞങ്ങള് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുമ്പോ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുന്നത് പോലുള്ള സമയമൊന്നും അവിടെ ഇല്ല. രാവിലെ 8 മണിക്ക് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു 5:30 ആവും തിരിച്ചു വരാൻ. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ പറയുന്ന പോലെ ക്ഷീണമൊന്നും ഇല്ലടി. അതിടയ്ക്ക് അച്ഛൻ മോളെ പോയി കണ്ടതുകൊണ്ടാ എന്റെ നോട്ടത്തിലെ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമില്ലമ്മേ. ഇനിയിപ്പോ ഞാൻ തിരിച്ചു പോകുമ്പോ അമ്മ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ. ഓ, അതിനെന്താ. അല്ല മോളെ, ദീപമോളും രജനിയും മോളുടെ വീട്ടിൽ നിന്ന് പോയോ? രണ്ടുപേരും പോയി. അവർക്ക് ജയലാൽ സാറ് വേറൊരു വീട് എടുത്തു കൊടുക്കുകയും ചെയ്തു. ദേ മോളെ, ഇവിടെ വരുമ്പോഴേ ഈ ജയലാൽ സാറേ എന്നുള്ള വിളി വേണ്ട, ജേട്ടാന്ന് വിളിച്ചാ മതി. സാറേ സാറേന്ന് വിളിച്ച് നാവിലിപ്പോ അതേ വരുന്നുള്ളൂ. മോള് കളിക്കുന്നതേ രണ്ടും കെട്ട കളിയാ, അത് ഓർമ്മ വേണം. ഞാൻ അവിടെ ചെന്ന് നിന്നതിന് ശേഷം ജേട്ടനെയും ദീപേച്ചിയും ഒക്കെ പരിചയപ്പെട്ടു. അച്ഛൻ പറഞ്ഞതിനേക്കാളും നല്ലവരാ രണ്ടാളും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇനി എന്ത് ത്യാഗം ചെയ്യാനും എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. കാര്യമൊക്കെ ശരിയാ മോളെ. പക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലേ അവര് കൊല്ലാനും മടിക്കില്ല. അത് നിനക്ക് ഓർമ്മ വേണം. അങ്ങനെ തല്ലാനും കൊല്ലാനും ഒന്നേ അവരുടെ കാൽച്ചോട്ടി കിടക്കുന്ന നായൊന്നും അല്ല എന്റെ മോള്. ദേ, എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാല് നേർക്ക് നേരെ നിന്ന് മോള് സംസാരിച്ചോണം കേട്ടോ. മോടെ ചെകിട്ടത്തടിച്ചാലേ മോൾ അന്നേരം തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കണം. എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്? അതൊക്കെ വേണം സുകന്യെ. നേർക്ക് നേരെ ഒന്നും പൊരുതാൻ കഴിവുള്ളവർക്ക് അവിടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഓ, എന്റെ അമ്മോ, ഇന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ താമസിക്കുന്നിടത്ത് വന്നപ്പോഴുണ്ടല്ലോ എന്റെ നല്ല ജീവനങ്ങ് പോയി. അതിനേക്കാളും ടെൻഷനിലായിരുന്നു ദീപേച്ചി. ഇന്ന് വീടിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുമായിരുന്നു. അവൾ എന്നെയും കുറെ വട്ടം കറക്കിയതാ. ഇങ്ങോട്ട് വരൂ മോളെ അവര്. ആ, അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടമ്മേ. അവരെന്നെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാ പറഞ്ഞത്. മോൾ ഇവിടുത്തെ അഡ്രസ് ഒക്കെ കൊടുത്തായിരുന്നോ? ആ, ഫോൺ നമ്പറിനൊപ്പം അഡ്രസ് ഒക്കെ കൊടുത്തു. പിന്നെ പനച്ചിക്കാട് അമ്പലത്തിനടുത്ത വീടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് എന്തായിരുന്നറിയോ? തിരുനക്കരയിലും പനച്ചിക്കാടും ഒക്കെ അച്ഛൻ വരാറുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോ അങ്ങേരെ അബദ്ധത്തിൽ കാണേണ്ടി വരുമോന്ന്. അങ്ങനെ കണ്ടാലും കുഴപ്പമില്ലായിരുന്നു.
ഇങ്ങോട്ട് വരുമ്പോ കാണാതിരുന്നാ മതിയായിരുന്നു. മുകളിൽ ഒരാൾ എല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ എന്നെ കാണാനാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിലേ അത് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നാടകം അതോടെ അവസാനിക്കും. മോള് കുളി കഴിഞ്ഞു വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. കുളി കഴിഞ്ഞിട്ടാ അമ്മേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അച്ഛന്റെ അമ്മയുടെ അടുത്തിരുന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി. നീ ഭയക്കണ്ടടി സുകന്യെ. നമ്മള് തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് വല്ലതും കഴിക്കാം. വാ. വാ. കാത്തിരിക്കുന്ന ആളാണോ വിളിച്ചേ? അതെ. എന്നാ ഞാൻ പുറത്തിരിക്കാം, നിങ്ങൾ സംസാരിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. സംസാരിക്കുന്നേ. ഹലോ. ഉച്ചത്തിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ രണ്ടാളുടെ കണ്ണു കെട്ടിയിട്ടുണ്ട്. അവര് വിശ്വസിച്ചോ ലാലേട്ടൻ പറഞ്ഞതൊക്കെ? വിശ്വസിക്കുന്ന രീതിയിൽ നേരത്തെ ഹരിത സംസാരിച്ചല്ലോ. പിന്നെ അതൊന്ന് പൂരിപ്പിക്കേണ്ട കടമ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇനി സംസാരിക്കുന്നത് കേൾക്കണ്ട. ഏയ് അതൊന്നും കേക്കില്ല. AC ഫാനൊക്കെ ഇട്ട് കിടക്കയില്ലേ രണ്ടാളും. അതിന്റെ ശബ്ദത്തില് ഇതിനകത്ത് സംസാരമൊന്നും കേൾക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ശബ്ദം താത്തിയാണല്ലോ സംസാരിക്കുന്നത്. കാർത്തിയായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തോണ്ട് ഇനിയിപ്പോ അവളുടെ കല്യാണം വിളിക്കാനൊക്കെ പോവില്ലേ? പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അവര് ദൂരസ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുടുംബത്തിനകത്തുള്ളവരൊക്കെ വിളിക്കണമല്ലോ. അപ്പൊ അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കാം. ആ സമയത്തൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളാം. ഇങ്ങോട്ട് തന്നെ. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്താരും കാണാൻ പോകുന്നില്ലല്ലോ. അയൽവക്കത്തുള്ളവരൊക്കെ കാണില്ലേ? അതിന് അയൽക്കാരുമായിട്ടൊന്നും നമുക്കത്ര അടുപ്പമൊന്നുമില്ലല്ലോ. പോയി വഞ്ചിതാണ് തന്നെ പോയി. പാവം, നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. അതങ്ങനെ തുടരട്ടെ. അച്ഛൻ കോട്ടയത്തും തിരുനക്കരയായിട്ട് നിൽക്കുക. മിക്കവാറും അവളായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ കുറച്ചുകൂടെ റിക്വസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ദയനീയാവസ്ഥ അച്ഛൻ അറിയാലോ. എങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ ലാലേട്ടാ. അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ശരിയാണോ? ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമായിട്ടല്ലല്ലോ ദീപേ. പിന്നെ ഗതികേട് കൊണ്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. എന്നാ പിന്നെ കട്ടാക്കിക്കോ. ഇനി കൂടുതൽ സംസാരിച്ച് ഉള്ള വിളി കൂടി ഇല്ലാതാക്കണ്ട. ശരി ദീപേ. ശരി ലാലേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായി, സംസാരിച്ചോ? സംസാരിച്ചു. ഇതൊന്നും അറിയാതെ രണ്ടെണ്ണ ഇപ്പൊ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഒരിക്കലും നിനക്ക് നിന്റെ ലാലേട്ടന് നഷ്ടമാവില്ല മോളെ. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ കടമ്പകൾ ഒരുപാടാ. ഇനി ലാലേട്ടന്റെ അമ്മയെ പറ്റിച്ചെന്നറിഞ്ഞ അവരുടെ സ്വഭാവം നിനക്കറിയാലോ. അവര് പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ലാലേട്ടനെ കൊണ്ട് ചിലപ്പോ ഈ നാട് വിട്ടൊന്നു വരും. അതിനു മുൻപ് നീ ലാലേട്ടന്റെ കൂടെ നാട് വിടണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ ലാലേട്ടൻ? നിങ്ങള് ഗൾഫിലോട്ടെങ്ങാനും പോണം. എന്നിട്ട് ഈ ഷോറൂം ആരെങ്കിലും ഏൽപ്പിക്കണം, അല്ലെങ്കിൽ വിൽക്കണം. പണം കായ്ക്കുന്നൊരു മരം വീട്ടിലുണ്ടെങ്കിലേ അതിലായിരിക്കും എല്ലാവരുടെയും കണ്ണ്. അതാണ് ലാലേട്ടന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്.
നിന്റെ മൂത്ത നാത്തൂനെ ഗംഭീരായിട്ടല്ലേ കെട്ടിച്ചയച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ ചാരുവിന്റെ കാര്യത്തിലായാലും കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. പിന്നെ ആ പാവത്തിനൊരു ജീവിതം വേണ്ട. അങ്ങനെ അമ്മയും പെങ്ങന്മാരും ചിന്തിക്കണ്ടേ? എല്ലാരും ഒന്നുപോലെ അല്ലല്ലോ രചന. അല്ലെങ്കിൽ അവരെ മര്യാദ പഠിപ്പിക്കണം. അതിന് ലാലേട്ടൻ തയ്യാറാവണം. ആ വീട്ടില് ലാലേട്ടന്റെ അച്ഛനും ചേട്ടനും മാത്രം ലാലേട്ടനോട് കൂറുള്ളത്. അതുകൊണ്ടിപ്പോ എന്തായി? അവര് രണ്ടുപേരും പുറത്തായി. ലാലേട്ടന്റെ അച്ഛൻ കോട്ടയത്തുണ്ടെന്നാ പറഞ്ഞേ. ആ അച്ഛനാണ് സത്യം പറഞ്ഞ ഹരിതയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അത് ഉറപ്പാ. എനിക്കും അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ ഹരിത ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് നീ എന്നും ആ അച്ഛനോട് കടപ്പാടുള്ള കൂട്ടത്തിലായിരിക്കണം. ലാലേട്ടന്റെ അച്ഛനൊരു അവശത വന്നാ നീ അരികിൽ കാണണം. അത് നീ പ്രത്യേകിച്ച് പറയണോ രചന? എന്റെ ജീവിതത്തിൽ ഇത്രയും പാവപ്പെട്ട ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് ഞങ്ങളെ വെറുത്തിട്ടുള്ള, ഞങ്ങളെ നോക്കാത്തൊരച്ഛന്റെ മക്കളായിട്ടാ ഞങ്ങൾ ജീവിച്ചത്. അവിടെ ആ മക്കൾക്ക് വേണ്ടി മാത്രം ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരച്ഛനായി നേരിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ആ അച്ഛൻ തന്ന സ്നേഹം ഈ ജന്മം ഞാൻ മറക്കില്ല.